ചെമ്പനീർ പൂവിലാണെങ്കിൽ ശ്രുതിയെ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കുന്ന രേവതിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇളയച്ചൻ എന്ന ബീരാനെ പൊളിച്ചെടുക്കുന്ന സച്ചിയെയും രേവതിയെയും കാണാം. അങ്ങനെ ബീരാനെ മുഹൂർത്ത നടക്കുന്ന മണ്ഡപത്തിൽ നിന്നും നേരെ ചന്ദ്രോദയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ശ്രുതിയെ വിളിച്ച് ബീരാനെ കാണിച്ചു കൊടുക്കുന്നു. ഏട്ടത്തിയുടെ അമ്മാവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം അമ്മാവനോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വന്നു നോക്കുമ്പോൾ ബീരാനിക്ക ഇങ്ങോട്ട് കയറി വാ എന്ന് സച്ചി പറയുന്നു. അപ്പോൾ ബീരാൻ കടന്നു വരുന്നു. ഇതേ സമയം ശ്രുതി ഞെട്ടുന്നു. സച്ചിയാണെങ്കിൽ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ച് വരുത്തുന്നുണ്ട്. വീട്ടുകാരെ എല്ലാവരും വന്നു കഴിയുമ്പോൾ സച്ചിയാണെങ്കിൽ ഇതേ ശ്രുതിയുടെ പാർലേട്ടത്തിയുടെ ഇളയച്ചൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഇളയച്ച, എങ്ങനെയാണ് നിങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് വന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട ബീരാനാണെങ്കിൽ സത്യം ഓരോന്നായി പറഞ്ഞു തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഞാനും ശ്രുതിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ശ്രുതി പറഞ്ഞതുപോലെ ഞാൻ അഭിനയിക്കുക മാത്രമായിരുന്നു, അല്ലാതെ എനിക്ക് അവളെ അറിയൊന്നുമില്ല. അവളുടെ ഇളയച്ചനൊന്നുമല്ല ഞാൻ. സത്യം പറഞ്ഞാൽ രഘുവിൻ്റെ, അതായത് നിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളെ കെട്ടിയിരിക്കുന്നത് എൻ്റെ മരുമകനാണ്. ഞാൻ അവന് അമ്മാവനാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവൾക്ക് അച്ഛനുമില്ല, ഇളയച്ചനുമില്ല, ആരുമില്ല, സ്വത്തുക്കളുമില്ല എന്ന് വീരാൻ പറയുന്നു. ഇതേ സമയം സച്ചി, നീ എന്നെ വെറുതെ വിടണം എന്ന് വീരാൻ അപേക്ഷിക്കുന്നു. അപ്പോഴാണെങ്കിൽ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് മൊത്തം ഈ പാർലറെടുത്തിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ബീരാനെ പറഞ്ഞു വിട്ടതിന് ശേഷം ശ്രുതിയോട് ചന്ദ്രമതി അങ്ങ് ചെന്ന് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോഴാണെങ്കിൽ ശ്രുതിക്ക് വേറൊരു വഴിയുമില്ലാതെ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ കരണത്ത് തല്ലുന്നുണ്ട്. കൂടാതെയാണെങ്കിൽ നമ്മുടെ രേവതിയെ പുകഴ്ത്തി പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ കാല് പിടിക്കുന്നുണ്ട്. ശ്രുതി എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പക്ഷം അമ്മയുടെ ഭാഗത്താണ്. നീ എന്തോരം കളവ് പറഞ്ഞു, എന്തോരം തെറ്റ് പറഞ്ഞു, ഇതാണല്ലേ കാശയക്കാൻ പറയുമ്പോഴൊക്കെ നീ അച്ഛൻ ഇവിടെയില്ല, അച്ഛൻ പുറത്താണ്, അവസാനം നീ അച്ഛനെ കൊന്നുകളഞ്ഞല്ലോടി പാപി എന്ന് പറയുന്നു. എന്തുമാത്രം കള്ളങ്ങളാണ് ശ്രുതി നീ പറഞ്ഞു കൂട്ടിയത് എന്ന് പറയുന്നു. ഇനി എൻ്റെ ഭാര്യയാവാൻ നിനക്ക് യോഗ്യതയില്ല എന്നും പറയുന്നു. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ എത്ര നാവായിരുന്നു, ഇത്തരം കള്ളത്തരങ്ങൾ നടത്തുന്നവരെയാണ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ രോക്ഷാകുലയായി ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്നും പുറത്താക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഗേറ്റിന് പുറത്തേക്ക് പിടിച്ച് തള്ളി ഇറക്കി വിടുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ.